പ്രതിപക്ഷ പാർട്ടികൾ പരാജയപ്പെട്ടു എന്ന് ഞാൻ എത്രയോ ദിവസമായി പറയുന്നു. പ്രതിപക്ഷ പാർട്ടികൾ ഇവിടെ വന്ന് ഈ സമരത്തിനെ പിന്തുണച്ചു എന്നുള്ളത് മാത്രമാണ് അവരിനകത്ത് ചെയ്ത ഒരേ ഒരു ശരി. ഈ സമരം പ്രതിപക്ഷം ഏറ്റെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ പറഞ്ഞ കുട്ടികൾ ഏറ്റെടുത്തത്. പ്രതിപക്ഷം ഇത് ഏറ്റെടുത്താലും വിജയിക്കാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? അല്ല, പ്രതിപക്ഷം ഇപ്പൊ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം ഈ സമരം ഈ പ്രതിഷേധം ഏറ്റെടുക്കുകയാണെന്ന് കരുതുക, വിജയിപ്പിക്കാൻ കഴിയുന്ന ഒന്നായി മാറുമോ? വിജയിപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല മഞ്ജുഷ്. കാരണം മറ്റൊന്നുമല്ല, ഈ പുതിയ തലമുറയെ ആകർഷിക്കാനുള്ള ഈ സോഫ്റ്റ് പവറിനെ കുറിച്ച് യാതൊരു ധാരണയും കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും ഇല്ല. അത് അല്പമെങ്കിലും ധാരണയുള്ളത് BJPക്ക് മാത്രമാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ സമരത്തിന്റെ വിജയത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പാഠം പഠിക്കുന്നത് BJP ആയിരിക്കും. BJP ഓൾറെഡി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ മന്ത്രിസഭാംഗങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് തിരിയുമെന്ന്. അതായത് BJPയെ ഭരണത്തിലേക്ക് കൊണ്ടുവന്ന വാട്സപ്പ് തലമുറയെ ഇൻസ്റ്റാഗ്രാം തലമുറ പൊരുതി തോൽപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. നമ്മൾ കൃത്യമായിട്ട് അതിന്റെ ആ ഒരു ടെർമിനോളജിയിൽ സംസാരിക്കുകയാണെങ്കിൽ വാട്സാപ്പ് തലമുറയെ ഇൻസ്റ്റാഗ്രാം തലമുറ മുട്ടുകുത്തിച്ചു. അതുകൊണ്ടാണ് നരേന്ദ്രമോദി മന്ത്രിമാരോട് ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകാൻ പറഞ്ഞത്. ഇനി ഈ പാഠം ഒരിക്കലും കോൺഗ്രസ് പഠിക്കില്ല. കോൺഗ്രസ് ഇപ്പോഴും ഒരു 20 വർഷം 25 വർഷം പിന്നിലാണ്. ഈ പാഠം സമാജ്വാദി പാർട്ടി പഠിക്കില്ല, ഈ പാഠം തൃണമൂൽ കോൺഗ്രസ് പഠിക്കില്ല, ഈ പാഠം CPM പഠിക്കില്ല, ഈ പാഠം DMK പഠിക്കില്ല, ഈ പാഠം വിജയുടെ പാർട്ടി പഠിക്കില്ല. കാരണം അവര് 20-25 വർഷം ഒരു പരിധിവരെ വിജയുടെ പാർട്ടിയുടെ വിജയം ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കേട്ടോ. സോറി, ഞാൻ വിജയെ മാറ്റി നിർത്തുന്നു. ബാക്കിയുള്ള മുഴുവൻ ആൾക്കാർ ഇത് പഠിക്കില്ല, പക്ഷെ BJP പഠിക്കും. BJP ഇൻസ്റ്റാഗ്രാം തലമുറ ഇനി എങ്ങനെ കയ്യിലെടുക്കണമെന്ന് മനസ്സിലാക്കും. കോൺഗ്രസ് ഈ കാര്യത്തിൽ സമ്പൂർണ്ണ പരാജയമായിരിക്കും. മനസ്സിലായിട്ടില്ല കോൺഗ്രസിന്റെ സമ്പൂർണ്ണ പരാജയം. നോക്കൂ, അദ്ദേഹം ശ്രീ സിബി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു, അത് ഞാൻ മാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അങ്ങനെ ഇരുന്നോട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുന്ന, ധാർഷ്ട്യമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഞങ്ങൾ കണ്ടിട്ടുള്ള 2-3 കാര്യമുണ്ട്. ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്ക് പ്രതികരിക്കേണ്ടതുണ്ട്, അതുകൂടി പറയാം. നോക്കൂ, 2024 ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു രാജി എന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസ വകുപ്പിനെ ഇത്രയേറെ മോശമായ രീതിയിൽ കൈകാര്യം ചെയ്ത ഒരു വിദ്യാഭ്യാസ മന്ത്രി രാജ്യത്തുണ്ടായിട്ടില്ല. അതുമാത്രമല്ല, നമുക്കറിയാം NTA പോലൊരു സംവിധാനത്തിനകത്ത് ആ NTA വന്നത് തന്നെ രാജ്യത്തിന് ഒരു പരീക്ഷ എന്നൊരാശയം മുന്നോട്ട് വെച്ചിട്ടാണ്. ആ